ചെമ്മീനച്ചാർ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ചട്ടി എടുക്കുക. ഞങ്ങൾ ഇരുമ്പിന്റെ ചട്ടിയാണ് എടുത്തത്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും പുരട്ടി വെച്ച് ചെമ്മീൻ അങ്ങോട്ട് എടുത്ത് എണ്ണയിലോട്ട് ഇടുക. അത് നല്ല രീതിയിൽ വെന്ത് മൂത്ത് വരണം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്മീൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അധികം വേവാനും പാടില്ല, അപ്പൊ റബ്ബർ പോലെ ആകും. അധികം വേവാനും പാടില്ല, എന്നാൽ ഭയങ്കര വേവ് കുറവാനും പാടില്ല. അതിനൊരു മീഡിയം സൈസിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സോ അമ്മയാണ് ഈ ബാക്കിയുള്ള ചെമ്മീൻ എല്ലാം ദാ വറുത്ത് കോരി എടുക്കുവാണേ. ഈ വറുത്ത് കോരി എടുത്ത ചെമ്മീൻ കാണാൻ മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടിച്ച പേസ്റ്റാണിത്. അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് അല്ലാതെ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ പച്ചമുളക് കീറി വെച്ചതും ഉണ്ട്. ഇതിൽ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് നല്ല രീതിയിൽ ഒന്ന് സോർട്ട് ചെയ്യണം. നമ്മൾ അത്യാവശ്യം അതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ്. സോ ഈ വെളുത്തുള്ളി പേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മുളകെടുത്ത് ഇടുക കേട്ടോ. അത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റണം. ഇനി നമുക്ക് അടുത്തത് മസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. ഉലുവ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ഇളക്കുക. ഇത് ഇളക്കിയതിന് ശേഷം കായപ്പൊടിയാണ്. കായപ്പൊടി അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഇടണം കേട്ടോ. അപ്പോൾ കായപ്പൊടിയും അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കുവാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മഞ്ഞപ്പൊടി ഇടുക, അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടി ഇടുക. ഇതൊരു അച്ചാറാണല്ലോ, അതുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് മുളക് പൊടി വേണം കേട്ടോ. പിന്നെ നമ്മൾ അത് പിന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ച് സെറ്റാക്കും. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇടുക. ഓക്കെ, അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇടുക. ആവശ്യാനുസരണം വേണം ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ഇടുക ആദ്യം, എന്നിട്ട് അത് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇടുക. ഇനിയാണ് ഹൈലൈറ്റ് സ്റ്റെപ്പ്, അതായത് വിനേഗർ. വിനേഗർ നമ്മൾ ഈ ഒരു ഫുൾ ബോട്ടിലിൻ്റെ ഒരു ഹാഫ് ബോട്ടിൽ തന്നെ ഒഴിക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് പിക്കിളിൻ്റെ ആ ഒരു പുളിയും എല്ലാം കൂടി ചേർന്ന് ഈ ഒരു മസാലയിലോട്ട് വരത്തുള്ളൂ. സോ അത് നമ്മൾ നല്ല രീതിയിൽ സോർട്ട് ചെയ്ത്. ഇതിപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് നമ്മളുടെ ആ മസാല നല്ല രീതിയിലുള്ളത് കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല പറ്റിയിരിക്കും. അപ്പോൾ അത് കാരണം പിന്നെ ഇച്ചിരി ഒരു സീക്രട്ട് ടിപ്പ് പോലെ നമ്മളൊരു പൊടിക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. സോ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാ കേട്ടോ. സീരിയസ്ലി ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. എനിക്ക് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മൾ എക്സ്ട്രാ പിക്കിൾ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ ആ വിനാഗിരിയുടെയും അതുപോലെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. സോ നമ്മളത് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഇതാ ചൂടോടുകൂടി ഇന്ന് പ്ലേറ്റിലോട്ട് എടുത്തു.